ഹലോ സ്റ്റുഡൻസ്, നമുക്ക് നമ്മുടെ റിവേറ്റഡ് ജോയിൻസിൻ്റെ അടുത്ത പാർട്ട് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് പ്രോബ്ലംസ് ഓൺ ബട്ട് ജോയിൻ്റ്. ഇവിടെ ഡിസൈൻ എ ഡബിൾ റിവേറ്റഡ് ബട്ട് ജോയിൻ്റ് വിത്ത് ഈക്വൽ വിഡ്ത്ത് ഓഫ് കവർ പ്ലേറ്റ്സ്. ഈക്വൽ വിഡ്ത്ത് ഓഫ് കവർ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കവർ പ്ലേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രാപ്പ് പ്ലേറ്റ് രണ്ടിൻ്റെ വിഡ്ത്ത് ഈക്വൽ ആണ്. കണ്ട ടു ജോയിൻ ടു പ്ലേറ്റ്സ് ഓഫ് തിക്നെസ് 10 mm. 10 mm നമ്മൾ രണ്ട് പ്ലേറ്റ്സിനെ ജോയിൻ ചെയ്യാനായിട്ട്. ദ അലോവബിൾ സ്ട്രെസ് ഫോർ ദ മെറ്റീരിയൽ ഓഫ് ദ റിവറ്റ്സ് ആൻഡ് ഫോർ ദ പ്ലേറ്റ്സ് ആർ ആസ് ഫോളോസ്. ഫോർ പ്ലേറ്റ് മെറ്റീരിയൽ ഇൻ ടെൻഷൻ സിഗ്മ ടി and 80 MPa, sigma c 120 MPa and tau 60 MPa. അപ്പോൾ ഇവിടെ ഈ ഫിഗർ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ തന്നിരിക്കുന്നതാണ്. പക്ഷേ ആക്ച്വലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ മാത്രമേ തരുള്ളൂ. ഈ ക്വസ്റ്റ്യൻ മാത്രമേ തരുള്ളൂ, ഫിഗർ തരില്ല. ഫിഗർ നിങ്ങൾ ഇതുപോലെ വരച്ചെടുക്കണം തന്നിരിക്കുന്ന ഡാറ്റ വെച്ച്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് റിവറ്റഡ് ഡബിൾ റിവറ്റഡ് എന്ന് തന്നിട്ടുണ്ട്. ബട്ട് ജോയിൻ്റ് ആണ്, ഈക്വൽ വിഡ്ത്ത് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വരയ്ക്കാവുന്നുള്ളൂ. രണ്ട് പ്ലേറ്റ് വരയ്ക്കുക ഫേസ് ടു ഫേസ് വെച്ചിട്ട്. പിന്നെ രണ്ട് ഡബിൾ റിവറ്റഡ് ആണ്. പിന്നെ എന്താണ് ഡബിൾ സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് ഈക്വൽ വിഡ്ത്ത്സ് ഓഫ് കവർ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ വിഡ്ത്ത് എന്ന് പറയണമെങ്കിൽ രണ്ടെണ്ണം വരണം, കവർ പ്ലേറ്റ് രണ്ടെണ്ണം വരണം. അപ്പോൾ രണ്ടെണ്ണം ഈക്വൽ വിഡ്ത്തിൽ വരയ്ക്കാം. ഡബിൾ സ്ട്രാപ്പ് ആയതുകൊണ്ട് ഡബിൾ റിവറ്റഡ് ആയതുകൊണ്ട് ഒരു പ്ലേറ്റിൽ രണ്ട് റിവറ്റും അടുത്ത പ്ലേറ്റിൽ രണ്ട് റിവറ്റും വേണം. അപ്പോൾ അത് നിങ്ങൾ തന്നെ വരയ്ക്കണം ഫിഗർ. അപ്പോൾ ഈ കാര്യം നോക്കുക. ക്വസ്റ്റ്യനിൽ ഫിഗർ തരുമെന്ന് വിചാരിച്ചാലും ഇരിക്കേണ്ട, ക്വസ്റ്റ്യൻ മാത്രമേ തരുള്ളൂ. ഫിഗർ നിങ്ങൾക്ക് ഇതുപോലെ തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് നിങ്ങൾ വരയ്ക്കണം. ഇനി ഡാറ്റ ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ ഈക്വൽ വിഡ്ത്ത് ഓഫ് കവർ പ്ലേറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കത് രണ്ട് കവർ പ്ലേറ്റ് അല്ലെങ്കിൽ രണ്ട് സ്ട്രാപ്പ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇനി അങ്ങനെ ഒരു ഡാറ്റ ഇല്ലെങ്കിൽ നമുക്ക് അസ്യൂം ഡബിൾ സ്ട്രാപ്പ് ഒന്ന് അസ്യൂം ചെയ്തിട്ട് വരയ്ക്കാം. തന്നിട്ടില്ലെങ്കിൽ ഒക്കെ കുറേയൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇത്രയും കിട്ടി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് തിക്നെസ് ഓഫ് പ്ലേറ്റ് തന്നിട്ടുണ്ട്, ടെൻസൈൽ സ്ട്രെസ് തന്നിട്ടുണ്ട്, ക്രഷിംഗ് സ്ട്രെങ്ത് തന്നിട്ടുണ്ട്, അതുപോലെ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. നമ്മുടെ പ്രൊസീജിയറിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ്, അത് ബട്ട് ജോയിൻ്റ് തന്നിട്ടുണ്ട്. ദെൻ ഡബിൾ റിവറ്റഡ് എന്ന് തന്നിട്ടുണ്ട്, ഡബിൾ സ്ട്രാപ്പ് തന്നിട്ടുണ്ട്, ഈക്വൽ കവർ എന്ന് തന്നിട്ടുണ്ട്. ദെൻ നമ്പർ ഓഫ് റിവറ്റ്സ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് നമ്മുടെ പിച്ച് എന്ന് പറയുന്നത് ഇതാണ്. ഈ പിച്ചിനകത്ത് ഫസ്റ്റ് ലൈനിൽ ഹാഫ് റിവറ്റ് ഒരെണ്ണം, രണ്ടും കൂടി ഒരു റിവറ്റ്, ഈ ഹാഫും ചേർന്ന് ഒരു റിവറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് റിവറ്റ്സ് 2 ആണ്. അസ്യൂം ചെയിൻ റിവറ്റിംഗ്. അപ്പോൾ ടൈപ്പ് ഓഫ് റിവറ്റിംഗ് തന്നിട്ടില്ല. ഇതിനകത്ത് ചെയിൻ ആണോ അതോ സിക്സാഗ് ആണോ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ അത് അസ്യൂം ചെയ്തേക്കാണ്. ചെയിൻ റിവറ്റിംഗ് ആണ് അസ്യൂം ചെയ്തേക്കാണ്. പിന്നെ വേണമെങ്കിൽ അസ്യൂം ചെയ്ത് സിക്സാഗ് ആക്കാം. ഇഷ്ടമുള്ള ടൈപ്പ് നമുക്ക് അസ്യൂം ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ചെയിൻ റിവറ്റിംഗ് ആണ് അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പം നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ ഇല്ല ഇവിടെ, എല്ലാം ഡബിൾ ഷിയർ ആണ്. ദെൻ നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ ഡബിൾ ഷിയറിൽ രണ്ടെണ്ണം വരുന്നത്. അതായത് ഇവിടുത്തെ ഈ ഹാഫും ചേർന്ന് ഒരു റിവറ്റും, ഈ ഹാഫും ചേർന്ന് ഒരു റിവറ്റും. ടോട്ടൽ 2 റിവറ്റ്സ് ഇൻ ഡബിൾ ഷിയർ. തിക്നെസ് ഓഫ് പ്ലേറ്റ് 10 mm ഇറ്റ് ഈസ് ഗിവൺ. ദെൻ ഡയാമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ കണ്ടുപിടിക്കാനുള്ളത് ടിയർ ഗ്രേറ്റർ ദാൻ 8, തിക്നെസ് 8 mm കൂടുതലായതുകൊണ്ട് d = 6.325 ടൈം റൂട്ട് ഓഫ് ടി ആണ്. അപ്പോൾ നമുക്ക് 20 mm ആണ് റിവറ്റ് ഹോളിൻ്റെ ഡയാമീറ്റർ കിട്ടുന്നത്. നമ്മളതിൻ്റെ സ്റ്റാൻഡേർഡ് ഡയാമീറ്റർ എടുക്കുമ്പോൾ 21 mm ആണ് കിട്ടുന്നത്. പിന്നെ ഡയാമീറ്റർ ഓഫ് റിവറ്റ് നമുക്ക് കണ്ടുപിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം കാൽക്കുലേഷനിലൊന്നും അത് വരുന്നില്ല. അപ്പോൾ d1 + 1 mm ഇത് വെച്ചിട്ട് ചെയ്യാം. അടുത്തത് പിച്ച് ഓഫ് റിവറ്റ്സ്. പിച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് n1 + 1.87 n2 × πd² tau / 4t sigma t + d. ഇതിനകത്ത് n1 ഇല്ല, 0 ആണ്. n2 എന്ന് പറയുന്നത് 2 ആണ്. ബാക്കി ഡയാമീറ്റർ കിട്ടിയതാണ്. ഈ ഡയാമീറ്റർ എന്ന് പറയുന്നത് ഹോൾ ഡയാമീറ്റർ ആണ്, റിവറ്റ് ഹോൾ ഡയാമീറ്റർ ആണ്. ടോ അറിയാം, d കിട്ടിയതാണ്. തിക്നെസ് സിഗ്മ ടി എല്ലാം തന്നിട്ടുണ്ട്. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിച്ച്
118.41 mm കിട്ടും. പിച്ച് കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ ഇക്വേഷൻ ആണ് പി മാക്സ് K1 T പ്ലസ് 41 mm. ഇവിടെ K1 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടേബിളിൽ പോകണം. ഈ ടേബിൾ എന്ന് പറയുന്നത് ടേബിൾ 5.4a ആണ്, പേജ് നമ്പർ 85. അതാണ് പേജ് നമ്പർ 85 പേജ് ടേബിൾ 5.4a. ഇതിൽ നമ്പർ ഓഫ് റിവറ്റ്സ് പെർ പിച്ചിൽ എത്ര റിവറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം K1ൻ്റെ വാല്യൂ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ K1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഫോർ ലാബ് ജോയിന്റ്, സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റിന്റെ, പിന്നെ ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റിന്റെയാണ് തേർഡ് കോളം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് തേർഡ് കോളം ഈ കോളത്തിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് റിവറ്റ്സ് എത്രയാണെന്ന് നോക്കണം പെർ പിച്ച്. അപ്പോൾ പെർ പിച്ച് എത്ര റിവറ്റ് ഉണ്ട് നോക്കാം. പെർ പിച്ച് ഇവിടെ ഈ ലൈനിൽ ഒരു റിവറ്റ് വരും, ഈ ലൈനിൽ ഒരു റിവറ്റ്, ടോട്ടൽ 2 റിവറ്റ്സ്. അപ്പോൾ 2 റിവറ്റ് പെർ പിച്ച് 2 റിവറ്റ് വരുമ്പോൾ ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ് ആണെങ്കിൽ കണ്ട 3.5 ആണ് K1ൻ്റെ വാല്യൂ. അപ്പോൾ K1 3.5 എടുത്തു. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷനിൽ. ടി അറിയാം, തിക്നെസ് നമുക്ക് തന്നിട്ടുണ്ട് 10 mm. അപ്പോൾ നമുക്ക് പിച്ച് കിട്ടുന്നത് 76 mm. അപ്പോൾ 2 പിച്ചും കൂടി കമ്പയർ ചെയ്യുമ്പോൾ മിനിമം വാല്യൂ എടുക്കുക, 76 ആണ് മിനിമം. therefore pitch is equal to 76 mm. ഇനി ട്രാൻസ്വേഴ്സ് പിച്ച് PT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PT ഫോർ ചെയിൻ റിവറ്റിംഗ് ആണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ചെയിൻ റിവറ്റിംഗിന്റെ കേസിൽ PT ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2D ആണ്. അതായത് PT ഈസ് ഈക്വൽ ടു 2D എടുക്കുക. 2 × 21 42 mm. അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ ഒരു ഡയാമീറ്റർ 21 എന്നുള്ളത് നമ്മൾ ഇവിടെ റൗണ്ട് സ്റ്റാൻഡേർഡ് വാല്യൂ എടുത്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് വാല്യൂസ് അവിടെ ഡാറ്റ ബുക്കിലില്ല, പകരം ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് നിങ്ങൾക്ക് നോട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന സ്റ്റാൻഡേർഡ് വാല്യൂ 21 mm നിങ്ങൾക്ക് അത് ഓർത്തെടുത്ത് വരയ്ക്കാം. ഇനി നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് 20 എന്നിട്ട് ചെയ്യാം. റൗണ്ട് സ്റ്റാൻഡേർഡ് വാല്യൂ എടുക്കണ്ട. ഡെസിമൽ വരണമെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നെക്സ്റ്റ് ഒരു ഡെസിമൽ വന്നിട്ട് നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂയിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് ഇത് കിട്ടി, ട്രാൻസ്വേഴ്സ് പിച്ച് കിട്ടി. ഇനി സ്ട്രാപ്പിന്റെ തിക്നെസ്. സ്ട്രാപ്പിന്റെ എന്ന് പറയുന്നത് 2 സ്ട്രാപ്പ് ഉണ്ട്. ഒന്ന് ഇന്നർ സ്ട്രാപ്പ് ഉണ്ട്, അത് അടിയിലത്തെ സ്ട്രാപ്പിന് ഇന്നർ സ്ട്രാപ്പ് എന്ന് പറയും, ഇന്നർ കവർ എന്ന് പറയും. മുകളിൽ ഇരിക്കുന്നതിന് ഔട്ടർ കവർ എന്ന് പറയും. അപ്പം രണ്ടും ഇവിടെ രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ അസ്യൂം ചെയ്ത് ഈക്വൽ ആണെന്ന് എടുക്കുക. ഇപ്പോൾ TI = TO = 0.625 T. അപ്പോൾ സ്ട്രാപ്പ് തിക്നെസ് 6.25 mm കിട്ടും. മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ MS = 1.5 D ആണ്. ഇക്വേഷൻ നമ്പർ ഒക്കെ ഇവിടെ റൈറ്റ് ചെയ്ത ഓരോ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ ഇക്വേഷൻ നമ്പർ എഴുതിയിട്ടുണ്ട്. ഡാറ്റ ബുക്കിലുള്ള ഇക്വേഷൻ നമ്പറും പേജ് നമ്പറും ഇട്ടുണ്ട്. മാർജിൻ 31.5 mm കിട്ടും. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് എഫിഷ്യൻസി 3 എണ്ണം കണ്ടുപിടിക്കുക. ലീസ്റ്റ് ഓഫ് ടിയറിംഗ് എഫിഷ്യൻസി, ദെൻ ഷിയറിംഗ് എഫിഷ്യൻസി ആൻഡ് ക്രഷിംഗ് എഫിഷ്യൻസി. ടിയറിംഗ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 72.64 കിട്ടും. P-D/P ആണ്. പിച്ച് നമുക്ക് കിട്ടിയ 76, ഡയാമീറ്റർ ഓഫ് ഹോള് 21 / 76, 72.64% ആണ്. ദെൻ ഷിയറിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. N1 + 1.875 N2 × πd² τ/4 Pt σT. ഇതിൽ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 128.2% ആണ് എഫിഷ്യൻസി കിട്ടുന്നത്, ഷിയറിംഗ് എഫിഷ്യൻസി. അടുത്ത ക്രഷിംഗ് എഫിഷ്യൻസി, അതായത് PC/P, അതായത് ക്രഷിംഗ് റെസിസ്റ്റൻസ് / സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. ക്രഷിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് N1 × Ti + N2 × T × D × σc. ഇവിടെ N1 0 ആണ്, പിന്നെ N2 എന്ന് പറയുന്നത് 2 × തിക്നെസ് ഓഫ് പ്ലേറ്റ്, D 21, σc 120 / P പിച്ച് 76, തിക്നെസ് ഓഫ് പ്ലേറ്റ് 10, σt എന്ന് പറയുന്നത് 80. ഇത് ചെയ്യുമ്പോൾ എഫിഷ്യൻസി 82.9 ആണ് കിട്ടുന്നത്. ദെൻ ഇതിനകത്ത് മൂന്നെണ്ണത്തിലും
മിനിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് 72.64 ആണ്. Therefore, efficiency of the joint efficiency is the least of the equations. മൂന്നെണ്ണത്തിലും മിനിമം എന്ന് പറയുന്നത് 72.64%. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. Design a double riveted zigzag butt joint with equal cover plates to connect two plates 20 mm thick. Calculate the efficiency of the joint. The joint should be leak proof. സിഗ്മ ടി തന്നിട്ടുണ്ട്, ടോ തന്നിട്ടുണ്ട്, സിഗ്മ സി തന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ തവണത്തെ പ്രോബ്ലം പോലെ തന്നെ, പക്ഷേ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് സിക്സാഗ് ആണ് തന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ ആ തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് ഈ ഫിഗർ വരയ്ക്കാം. ഡബിൾ റിവറ്റഡ് ആണ്, സിക്സാഗ് ആണ്, ബഡ് ജോയിന്റ് ആണ്, പിന്നെന്താണ് ഈക്വൽ കവർ പ്ലേറ്റ്സ്. അപ്പോൾ മുകളിലും താഴെയും കവർ പ്ലേറ്റ്സ് അല്ലെങ്കിൽ സ്ട്രാപ്പുകൾ ഉണ്ട്, 2 സ്ട്രാപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി സെലക്ട് ചെയ്യാനായിട്ട് ടൈപ്പ് ഓഫ് ജോയിന്റ് തന്നിട്ടുണ്ട്. ഡബിൾ റിവറ്റഡ്, ഡബിൾ സ്ട്രാപ്പ്, ഈക്വൽ കവർ വിത്ത് സിക്സാഗ്. നമ്പർ ഓഫ് റിവറ്റ്സ് പെർ പിച്ച് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ തൊട്ട് ഇത്രയും വേണ്ട ഒരു പിച്ച് എന്ന് പറയുന്നത് പി. അപ്പോൾ ഇവിടെ ഒരു ഹാഫും ഉണ്ട്, ഇവിടെ ഹാഫും, രണ്ടും കൂടി ഒരു റിവറ്റ്. ദെൻ ഈ ലൈനിൽ ഈ പിച്ചിനകത്ത് ഈ ഒരു ഫുൾ റിവറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് റിവറ്റ്സ് 2 ആണ്. ദെൻ നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ ഇല്ല, കാരണം ഡബിൾ സ്ട്രാപ്പ് ആയതുകൊണ്ട് എല്ലാം ഡബിൾ ഷിയർ ആണ്. നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ ഡബിൾ ഷിയർ 2 വരും. ഇത് ഒരെണ്ണം ഡബിൾ ഷിയറും പിന്നെ ഇതിന്റെ ഹാഫും ചേർന്ന് ഒരു റിവറ്റ് ഡബിൾ ഷിയർ ആണ്. ടോട്ടൽ 2 റിവറ്റ്സ് ഇൻ ഡബിൾ ഷിയർ. N2 = 2. ഇനി തിക്നെസ് ഓഫ് പ്ലേറ്റ് തന്നിട്ടുണ്ട് 20 mm. ഡയാമീറ്റർ ഓഫ് റിവറ്റ് ഹോള് കണ്ടുപിടിക്കുക, 6.325√T ചെയ്യുമ്പോൾ ഇത് കിട്ടും. സ്റ്റാൻഡേർഡ് വാല്യൂ കിട്ടാനായിട്ട് നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്. അതിനകത്ത് നിന്ന് 28.28 കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ സ്റ്റാൻഡേർഡ് വാല്യൂ സെലക്ട് ചെയ്യുക, 28.5 mm. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് സ്റ്റാൻഡേർഡ് വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്തിട്ടാണ് നോട്ടിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. ബൈ ഹാർട്ട് ചെയ്ത് ഓർമ്മയുണ്ടെങ്കിൽ അതെടുത്ത് എഴുതാം, അല്ലെങ്കിൽ 28.58 റൗണ്ട് ഓഫ് ചെയ്ത് 29 ആക്കിയിട്ട് എഴുതാം. പിച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷൻ, ഇത് ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇതിനകത്ത് ഫസ്റ്റ് പിച്ച് കിട്ടുന്നത് 100.27 mm ആണ്. ആൻഡ് സെക്കൻഡ് പിച്ച് ഇക്വേഷനിൽ K1T + 41 mm. K1ന്റെ വാല്യൂ എത്ര വരും നോക്കാം. എത്ര റിവറ്റ് ഉണ്ട് പെർ പിച്ച്? 2 റിവറ്റ് ആണ്. ഫോർ ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ് ഹാവിംഗ് 2 റിവറ്റ്സ് പെർ പിച്ച്, 2 റിവറ്റ് ആണ് പെർ പിച്ചിൽ വരുന്നത്. അപ്പോൾ K1ന്റെ വാല്യൂ 2 റിവറ്റ് വരുന്ന K1ന്റെ ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ് ആണെങ്കിൽ 3.5. അപ്പോൾ K1ന്റെ വാല്യൂ 3.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Pmax 111. അപ്പോൾ ഇതിനകത്ത് രണ്ടെണ്ണത്തിന് കമ്പയർ ചെയ്യുമ്പോൾ മിനിമം പിച്ച് എന്ന് പറയുന്നത് 100.27. അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 102 mm ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കാനുള്ളത് ഫോർ ലീക്ക് പ്രൂഫ് ജോയിന്റ്. ലീക്ക് പ്രൂഫ് ജോയിന്റിന്റെ കേസിലാണെങ്കിൽ P ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 times ദ ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ. അത് ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 512D ആണ്, പേജ് നമ്പർ 82. ഓർ P/D ലെസ് ദാൻ 6 ആയിരിക്കണം. അപ്പോൾ പിച്ച് 102/28.5 ലെസ് ദാൻ 6 ആയിരിക്കണം. അത് കണ്ടീഷൻ 3.57 ലെസ് ദാൻ 6 കണ്ടീഷൻ ഓക്കെയാണ്. ദർഫോർ നമ്മൾ ഇപ്പം ചെയ്തിരിക്കുന്ന ജോയിന്റ് ലീക്ക് പ്രൂഫ് ജോയിന്റ് ആണ്. അപ്പോൾ ഇത് കുഴപ്പമില്ല, പ്രൊസീഡ് ചെയ്യാം. ഇനി ട്രാൻസ്വേഴ്സ് പിച്ച് കണ്ടുപിടിക്കുക, PT. ഫോർ സിക്സാഗ് ജോയിന്റിന്റെ കേസിൽ ട്രാൻസ്വേഴ്സ് പിച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PT > or equal to 0.33P + 0.67D ആണ്. ഇക്വേഷൻ നമ്പർ ഇതാണ്, പേജ് നമ്പർ 82. ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിച്ചിന്റെ വാല്യൂ കൊടുക്കുക, ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോള് കൊടുക്കുക. അപ്പോൾ PT ട്രാൻസ്വേഴ്സ് പിച്ച് എന്ന് പറയുന്നത് 53 mm കിട്ടും റൗണ്ട് ഓഫ് ചെയ്ത്. അത് സ്ട്രാപ്പ് തിക്നെസ് ഇവിടെ 2 സ്ട്രാപ്പ് ഉണ്ട്, 2 സ്ട്രാപ്പും ഏകദേശം ഈക്വൽ ആണ്. അപ്പോൾ TI = TO = 0.625T. അപ്പോൾ ടിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 20 mm. ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്, പേജ് നമ്പർ 80. അപ്പോൾ 2 സ്ട്രാപ്പിന്റെ തിക്നെസ് ഈക്വൽ തിക്നെസ് ആണ്. It is equal to 12.5 mm. മാർജിൻ എന്ന് പറയുന്നത് 1.5D. അപ്പോൾ 42.75. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം പ്രൊസീജിയർ ആണ്. ടിയറിംഗ് എഫിഷ്യൻസി
72.06. Then ഷിയറിംഗ് എഫിഷ്യൻസി 70.36. അതുപോലെ ക്രഷിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 67.05. മിനിമം എഫിഷ്യൻസി ഏതാ വരുന്നത് നോക്കാം. മിനിമം വരുന്നത് ഇത് തന്നെയാണ്, ഈ 67.05. Therefore, efficiency is equal to minimum of these three, 67.05%. Next problem. Design a triple riveted but joined with equal cover plates. ട്രിപ്പിൾ റിവറ്റഡ് ആണ്, അതായത് 3 ലൈൻ ഉണ്ടായിരിക്കും, 3 ലൈൻ റിവറ്റ്സ് ആയിരിക്കും. ബട്ട് ജോയിൻഡ് വിത്ത് ഈക്വൽ കവർ പ്ലേറ്റ്സ് ഈക്വൽ ആണ്. ആൻഡ് സ്റ്റാഗേർഡ് റിവറ്റിംഗ്, സ്റ്റാഗേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് 6 ആണ്. ടു കണക്ട് 2 പ്ലേറ്റ്സ് 20 mm തിക്ക്. അലോവബിൾ സ്ട്രെസ് എന്ന് പറയുന്നത് ടെൻസൈൽ സിഗ്മ ടി തന്നിട്ടുണ്ട്, ഷിയർ സ്ട്രെസ്സും പിന്നെ സിഗ്മ സിയും തന്നിട്ടുണ്ട്. ഷിയർ സ്ട്രെസ് ടോ എന്ന് പറയുന്നത് 55 ആൻഡ് സിഗ്മ സി 110. സ്കെച്ച് ദ ഡിസൈൻഡ് ജോയിന്റ് ഷോയിങ് മെയിൻ ഡയമെൻഷൻസ് ആൻഡ് കാൽക്കുലേറ്റ് ദ ജോയിന്റ് എഫിഷ്യൻസി. അപ്പോൾ ഇവിടെ സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം. ഫിഗർ തരില്ല, തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് വരയ്ക്കാം. ട്രിപ്പിൾ റിവറ്റഡ് ആണ്, അപ്പോൾ നിങ്ങൾ ആദ്യം 2 പ്ലേറ്റ് വരയ്ക്കുക, ഫേസ് ടു ഫേസ് മുട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് 2 കവർ പ്ലേറ്റ് വരയ്ക്കും. ഡബിൾ കവർ ആണെന്നുള്ളത് എങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഈക്വൽ കവർ പ്ലേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 കവർ പ്ലേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ മുകളിൽ താഴെയും സെയിം ലെങ്ത് ഉള്ള കവർ പ്ലേറ്റ് വരച്ചിട്ട് ഫസ്റ്റ് പ്ലേറ്റിൽ 3 ലൈൻ റിവറ്റ്സ് വരയ്ക്കുക, സെക്കൻഡ് പ്ലേറ്റിൽ 3 ലൈൻ റിവറ്റ്. അപ്പോൾ ട്രിപ്പിൾ റിവറ്റഡ് ആയി. ഇനി ഇവിടെ ചെയ്യുമ്പോൾ ടി തന്നിട്ടുണ്ട് 20 mm, ടെൻസൈൽ സ്ട്രെസ് 100, സിഗ്മ സി 110, ടോ 55. ടൈപ്പ് ഓഫ് ജോയിന്റ് തന്നിട്ട് ബട്ട് ജോയിന്റ് ആണ്, ട്രിപ്പിൾ റിവറ്റഡ്, ഡബിൾ സ്ട്രാപ്പ്, ഈക്വൽ കവർ, 6 ആഗ് റിവറ്റിംഗ്. നമ്പർ ഓഫ് റിവറ്റ്സ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റിവറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഷേപ്പ് ഇങ്ങനെയാണ്, ഈ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ പ്രത്യേക ക്രൈറ്റീരിയ ഒന്നുമില്ല, 6 ആഗ് ആയാൽ മതി. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇവിടെ 2 എണ്ണം, ഇവിടെ 1 എണ്ണം, ഇനി ഇവിടെയും ഓരോന്ന്, അങ്ങനെ ചെയ്യാം. 6 ആഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്തത് കൊണ്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, 6 ആഗ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, 6 ആഗ് വന്നാൽ മതി. ഇവിടെ 2 എണ്ണം, പിന്നെ അടുത്ത് വരുമ്പോൾ ഇവിടെയും അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ 1 എണ്ണം, അല്ലെങ്കിൽ ഇവിടെയും 2 എണ്ണം, ഇവിടെ 1 എണ്ണം, അങ്ങനെ എടുക്കാം 6 ആഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം, 6 ആഗ് ആയാൽ മതി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതനുസരിച്ച് എത്ര നമ്പർ ഓഫ് റിവറ്റ്സ് എത്രയാണെന്ന് നോക്കാം. ഈ പിച്ചിൽ ഈ പകുതിയും ചേർന്ന് 1 എണ്ണം, പിന്നെ ഈ പിച്ചിനകത്ത് ഈ ഫുള്ള് വരും. അപ്പോൾ ടോട്ടൽ 3 റിവറ്റ്. നമ്പർ ഓഫ് റിവറ്റ്സിന് സിംഗിൾ ഷിയറിനകത്ത് ഇല്ല റിവറ്റിൽ സിംഗിൾ ഷിയർ വരുന്നില്ല, എല്ലാം ഡബിൾ ഷിയർ ആണ്. ഡബിൾ ഷിയർ വരുന്ന എത്ര ഉണ്ട്, അപ്പോൾ ഈ പിച്ചിനകത്ത് ഒരു ഫുള്ള് വരുന്നുണ്ട്, 2 എണ്ണമായി. പിന്നെ ഈ പിച്ചിനകത്ത് ഈ ഹാഫും ചേർന്ന് 1 എണ്ണമാവും. അപ്പോൾ ടോട്ടൽ 3 റിവറ്റ്സ് ഇൻ ഡബിൾ ഷിയർ. N2 = 3. പ്ലേറ്റ് തിക്നെസ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവറ്റ് ഹോൾ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ്. തിക്നെസ് > 8 ആയതുകൊണ്ട് D = 6.325 √T. അപ്പോൾ 28.28 mm ആണ്. അതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 28.5 mm കിട്ടും. അപ്പോൾ റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 29 എടുക്കാം. പിച്ച് ഓഫ് റിവറ്റ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള 2 ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ N1 0 ആണ്, N2 = 3 വരും. ബാക്കിയുള്ള ടേംസ് അറിയാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ പിച്ച് 127.18. ഇനി അടുത്തത് മാക്സിമം പിച്ച്, രണ്ടാമത്തെ പിച്ചിൻ്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ K1T + 41 mm. അപ്പോൾ ഇവിടെ K1ൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് റിവറ്റ്സ് പെർ പിച്ച് എത്രയാണ് പറഞ്ഞത്, 1 2 3 വരുമ്പോൾ. അപ്പോൾ 3 വരുമ്പോൾ K1ൻ്റെ വാല്യൂ എത്രയാണ്, ഇവിടെ ഡബിൾ സ്ട്രാപ്പാണ്, ഡബിൾ ബട്ട് സ്ട്രാപ്പ്ഡ് ജോയിൻ്റ് ആണെങ്കിൽ എത്ര വരും, K1 എത്രയാണ് നമ്പർ ഓഫ് റിവറ്റ്സ്, 3 വരുമ്പോൾ 4.63 ആണ് K1ൻ്റെ വാല്യൂ. അപ്പോൾ K1ൻ്റെ വാല്യൂ 4.63 ആണ്, അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 133.6 mm. ഇതിനകത്ത് 2 എണ്ണത്തിലും മിനിമം പിച്ച് വരുന്നത് 127.18, അത് സെലക്ട് ചെയ്യുക. അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 128 mm പിച്ച് എടുത്തിട്ടുണ്ട്. ട്രാൻസ്വേഴ്സ് പിച്ച് ഫോർ 6 ആഗ് ജോയിൻ്റ് ആണെങ്കിൽ PT = 0.33P + 0.67D.
ഈക്വേഷൻ നോക്കുക. ട്രാൻസ്വേഴ്സ് പിച്ച് 62 mm റൗണ്ട് ഓഫ് ചെയ്ത് കിട്ടും. സ്ട്രാപ്പിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ടി ഐ ഈസിക്കൽ ടു ടി ഒ 0.625 ടി, അപ്പോൾ 12.5 mm കിട്ടും. മാർജിൻ 1.5 d ആണ്. അത് രണ്ടെണ്ണത്തിലും ഏത് റോറ്റിനായാലും മാർജിൻ്റെ ഇക്വേഷൻ സെയിം ആണ്. അപ്പോൾ 42.75 mm. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ 3 എഫിഷ്യൻസി കണ്ടുപിടിക്കുക, അതിനകത്ത് ലീസ്റ്റ് എടുക്കുക. ടിയറിംഗ് എഫിഷ്യൻസി 77.73, അതുപോലെ ഷിയറിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 77.9, അതുപോലെ ക്രഷിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 73.48. അപ്പോൾ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 73 ഉണ്ട്, ഇവിടെ 77 ഉണ്ട്, ഇവിടെ 77 ഉണ്ട്. അപ്പോൾ 73 വരുന്നതാണ് മിനിമം. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ദ ജോയിന്റ് എന്ന് പറയുന്നത് 73.48%. അടുത്ത പ്രോബ്ലം നോക്കാം. ഡിസൈൻ എ ട്രിപ്പിൾ റിവറ്റഡ് ബട്ട് ജോയിന്റ് ടു ജോയിൻ 2 plates ഓഫ് തിക്നെസ് 10 mm. അപ്പോൾ ഇവിടെ ഡിസൈൻ ട്രിപ്പിൾ റിവറ്റഡ് ആണ്, അതായത് 3 ലൈൻ ഉണ്ടായിരിക്കും, 3 ലൈൻ റിവറ്റ്സ് ആയിരിക്കും. ബട്ട് ജോയിന്റ് ടു ജോയിൻ 2 plates, 2 പ്ലേറ്റിനെ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ തിക്നെസ് 10 mm. ദ പിച്ച് ഓഫ് ദ റിവറ്റ്സ് ഇൻ ദ എക്സ്ട്രീം റോസ്. എക്സ്ട്രീം റോ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്ട്രീം ഏറ്റവും പുറത്തുള്ള റോയിനാണ്. വിച്ച് ആർ ഇൻ സിംഗിൾ ഷിയർ. അപ്പോൾ ഏറ്റവും പുറത്തുള്ള റോയിൽ റിവറ്റ്സ് സിംഗിൾ ഷിയർ. ഈസ് ട്വൈസ് ദ പിച്ച് ഓഫ് റിവറ്റ്സ് ഇൻ ദ ഇന്നർ റോ. അപ്പോൾ ഇന്നർ റോ, അപ്പോൾ മൊത്തം 3 റോ ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും പുറത്തുള്ള റോയിൽ റിവറ്റ്സ് സിംഗിൾ ഷിയർ ആണ്. മാത്രമല്ല അവിടുത്തെ പിച്ച് എന്ന് പറയുന്നത് ഇന്നർ റോയിലുള്ള 2 ഇന്നർ റോ ഉണ്ടായിരിക്കും. മൊത്തം 3 റോയിൽ ഔട്ടർ റോ 2 ആണെങ്കിൽ ബാക്കി 2 ഇന്നർ റോ ആയിരിക്കും. ഇതാ കണ്ട, ഇത് ഫസ്റ്റ് റോ, പുറത്തെ എക്സ്ട്രീം റോ എന്ന് പറയുന്നത് ഇതാണ് പുറത്തുള്ളത്. അവിടുത്തെ പിച്ച് എന്ന് പറയുന്നത് ഇന്നർ റോയിലെ 2 ഇതിൻ്റെ പിച്ച് ഉണ്ട്, ഇന്നർ പിച്ച് അതിൻ്റെ ഡബിൾ ആയിരിക്കും. അതായത് ഈ റിവറ്റിൻ്റെ ഈ റിവറ്റ് സെൻറ്റർ തൊട്ട് ഈ റിവറ്റ് സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇന്നർ പിച്ച് എന്ന് പറയുന്നത്. ആ ഇന്നർ പിച്ചിൻ്റെ ഡബിൾ ആയിരിക്കും ഔട്ടർ പിച്ച് എന്ന് പറയുന്നത്. അതായത് PO = 2 times PI. PI മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വേണം ഈ ഫിഗർ വരയ്ക്കാനായിട്ട്. മാത്രമല്ല ഔട്ടർ റോയിൽ സിംഗിൾ ഷിയറും ദെൻ ഇന്നർ റോയിൽ ഡബിൾ ഷിയറാണ്. അതായത് കവർ പ്ലേറ്റ് എന്ന് പറയുന്നത് അൺഈക്വൽ ആണ്. അൺഈക്വൽ വിഡ്ത്ത് ഓഫ് കവർ പ്ലേറ്റ് ആണ്. അപ്പോൾ മുകളിലെ കവർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇത്രയും വരെയുള്ളൂ. ഉള്ളിലെ കവർ പ്ലേറ്റ് അല്ലെങ്കിൽ അടിയിലെ കവർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇത്രയും വരെയുണ്ട്. ദ ഡിസൈൻ സ്ട്രെസ് ഓഫ് ദ മെറ്റീരിയൽസ് ഓഫ് ദ മെയിൻ പ്ലേറ്റ് ആൻഡ് റിവറ്റ്സ് ആർ ഫോളോസ്. അപ്പോൾ സിഗ്മ T തന്നിട്ടുണ്ട്, സിഗ്മ C തന്നിട്ടുണ്ട്, പിന്നെ ടോ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫിഗർ. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് ഇതുപോലെ വരയ്ക്കണം. ഔട്ടർ റോയിൽ വരുന്നത് സിംഗിൾ ഷിയർ ആണ്, ദെൻ ബാക്കി ഉള്ളിലെ 2 റോയിലും വരുന്നത് ഡബിൾ ഷിയർ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. 6 റിവറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ വരുന്നതാണ് 6 വരുന്നത്. അപ്പോൾ ഔട്ടറിലെ ഈ 2 ഇങ്ങനെ വരയ്ക്കുക. ഉള്ളിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. ഇവിടെ വേണമെങ്കിൽ 3 വരച്ചിട്ട് ഇപ്പുറത്ത് വേണമെങ്കിൽ 2 ആക്കാം. അതെങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. 6 ആയാൽ മതി. അപ്പോൾ എത്ര റിവറ്റ്സ് ഉണ്ട് നോക്കുക, എത്ര റിവറ്റ്സ് പെർ പിച്ച് വരും നോക്കുക ഇതിനകത്ത്. ഇത് വരയ്ക്കുന്നത് മനസ്സിലായില്ലേ? നമ്മൾ ഔട്ടർ 3 റോ ഉണ്ട്, ഔട്ടറിൽ വരുന്നത് സിംഗിൾ ഷിയർ ആണ്. അപ്പോൾ അതിനകത്ത് സെക്കൻഡ് സ്ട്രാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ സെക്കൻഡ് സ്ട്രാപ്പ് വരുന്നത് സെക്കൻഡ് റോയ്ക്കും തേർഡ് റോയ്ക്കാണ്. ഉള്ളിലുള്ള ഇന്നർ റോ എന്ന് പറയും ഇത് ഔട്ടർ റോ അല്ലെങ്കിൽ എക്സ്ട്രീം റോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് 6 ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ 3 ഇവിടെ 2 എടുക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്തും 3 അല്ലെങ്കിൽ ഇവിടെ 2 എടുക്കാം. ഇവിടെ എന്തായാലും ഈ 2 വരുള്ളൂ. കാരണം ഇവിടെ പിച്ച് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇത്രയും വരെയാണ് ഔട്ടർ പിച്ച്, ഇത് ഇന്നർ പിച്ച്. അപ്പോൾ മെയിൻ പിച്ച് എന്ന് പറയുന്നത് PO ആണ്, ഔട്ടർ പിച്ച്. ഇനി എത്ര റിവറ്റ്സ് ഉണ്ട് നോക്കാം പെർ പിച്ച്. ഇവിടെ ഒരു റിവറ്റ് ഇൻ സിംഗിൾ ഷിയർ ആണ്. സിംഗിൾ ഷിയറിൽ വരുന്നത് ഒരു പിച്ചാണ്, ഒരു റിവറ്റാണ്. കാരണം ഇവിടെ തൊട്ട് ഇത്രയും വരെയാണ് പിച്ച്. അപ്പോൾ ഇവിടെ പകുതിയും ഇവിടെ പകുതിയും അത് ഒരെണ്ണാവും. ഇനി ഇവിടെ നോക്കാം, ഈ പിച്ച് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇത്രയും വരെയാണ് പിച്ച് ലെങ്ത്. ആ പിച്ച് ലെങ്ത്തിനകത്ത് ഇതൊരു ഫുൾ റിവറ്റ്, ഇതൊരു ഫുൾ റിവറ്റ്, അപ്പോൾ 2 ആയി.
അപ്പോൾ ഇവിടുത്തെ ഒരെണ്ണം ഇവിടുത്തെ രണ്ടെണ്ണം ചേർത്ത് മൊത്തം 3 റിവറ്റായി. ഇനി ഇവിടെ ഒരു റിവറ്റ് ഫുൾ ഉണ്ട്. ഈ പിച്ച് ലെങ്ത്തിനകത്ത് ഒരു ഫുൾ റിവറ്റ് കൂടി ഉണ്ട്. അപ്പോൾ എത്ര എണ്ണമായി? 4 എണ്ണമായി. നെക്സ്റ്റ് ഇവിടുത്തെ ഹാഫ് വരും. ഈ പിച്ച് ലെങ്ത്തിനകത്ത് ഒരു ഹാഫ്, ആ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഒരു ഹാഫ് വരും. ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഒരു ഹാഫും വരും. ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു റിവറ്റായി. അപ്പോൾ +1 അപ്പോൾ എത്രയായി? 5 റിവറ്റ്. മൊത്തം 5 റിവറ്റ് ആയിട്ടുണ്ട് ഈ പിച്ചിനകത്ത്. ഇനി നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ, ഈ ഒരെണ്ണം മാത്രം. ഈ ഹാഫും ചേർത്ത് ഒരെണ്ണം സിംഗിൾ ഷിയർ ആണ്. ഇനി ഈ 2 റോയിലും ഡബിൾ ഷിയർ വരുന്നത്. ഈ 5 എണ്ണത്തിൽ എത്ര എണ്ണം ഡബിൾ ഷിയർ വരും നോക്കാം. ഈ ലൈനിൽ ഇതൊരെണ്ണം, ഈ പിച്ചിനകത്ത് വരുന്ന ഈ ഒരു ഫുൾ റിവറ്റ് ഇൻ ഡബിൾ ഷിയർ ആണ്. പിന്നെ ഈ പകുതി ചേർത്ത് ഒരെണ്ണം ഡബിൾ ഷിയർ വരും. അപ്പോൾ ഇവിടെ ഈ ലൈനിൽ 2 റിവറ്റായി ഡബിൾ ഷിയർ. ദെൻ ഈ പിച്ചിനകത്ത് ഈ 2 ഫുൾ റിവറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ഫുൾ റിവറ്റും ഡബിൾ ഷിയർ ആണ്. അപ്പോൾ ടോട്ടൽ 4 റിവറ്റ്സ് ഇൻ ഡബിൾ ഷിയർ ആണ്. അപ്പോൾ T is equal to 10 mm, outer pitch is equal to 2 times inner pitch, sigma T, sigma C and tau തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ എന്ന് പറയുന്നത് N1 ഒരെണ്ണം, N2 എന്ന് പറയുന്നത് 4. നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ ഡബിൾ ഷിയർ. പ്ലേറ്റ് തിക്നെസ് തന്നിട്ടുണ്ട്. ഡയാമീറ്റർ ഓഫ് റിവറ്റ് കണ്ടുപിടിക്കാനായിട്ട് T തിക്നെസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 8 mm ആയതുകൊണ്ട് D is equal to 6.325 root T. 20 mm കിട്ടും. സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ അതിന് 21 mm. സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 20 തന്നെ എടുക്കാം. റിവറ്റ് ഡയാമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കണ്ടുപിടിച്ചതിന് കുഴപ്പമില്ല. കാരണം നമുക്ക് കാൽക്കുലേഷനൊന്നും ഇത് ആവശ്യമില്ല. കാൽക്കുലേഷനിലേക്ക് യൂസ് ചെയ്യുന്നത് റിവറ്റ് ഹോൾ ഡയാമീറ്റർ ആണ്. ഇതാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത പിച്ച് ഓഫ് റിവറ്റ്സ്. പിച്ച് കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ N1 എന്ന് പറയുന്നത് 1 ആണ്, N2 എന്ന് പറയുന്നത് 4 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബാക്കി ഡിയും ടോയും ടിയും സിഗ്മ ടി പിന്നെ ഡി ഇതൊക്കെ അറിയാവുന്നതാണ്. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിച്ച് 217.27 mm. ഇനി പിച്ച് കണ്ടുപിടിക്കാനുള്ള അടുത്ത ഇക്വേഷൻ അതിന് K1T + 41 mm. ഇവിടെ എത്രയാണ്? ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻ്റ് ആണ് എടുക്കേണ്ടത്. കാരണം സ്ട്രാപ്പുകൾ 2 ഉണ്ട്. കാരണം ഒരു റിവറ്റിലേക്ക് സ്ട്രാപ്പ് എത്തിയിട്ടില്ല എങ്കിലും നമ്മൾ 2 സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻ്റ് എന്നാണ് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഫോർ ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻറ്റിൽ നമ്പർ ഓഫ് റിവറ്റ്സ് പെർ പിച്ച് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്പർ ഓഫ് റിവറ്റ്സ് പെർ പിച്ച് എന്നുള്ള 5ൽ പോയിട്ട് നേരെ ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻറ്റിൽ K1ൻ്റെ വാല്യൂ 6 എടുക്കാം. അപ്പോൾ K1ൻ്റെ വാല്യൂ 6 എടുത്ത് ആ 6 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിച്ച് 101 mm കിട്ടി. അപ്പോൾ രണ്ടെണ്ണത്തിൽ മിനിമം പിച്ച് എന്ന് പറയുന്നത് 101 mm എടുത്തു. ദർഫോർ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഔട്ടർ പിച്ചാണ്. PO എന്ന് പറയുന്നത് 101 mm. ഇനി PI ഇന്നർ പിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു PO/2. അപ്പോൾ 50.5 ആണ് ഇന്നർ പിച്ച് കിട്ടിയത്. ഇനി ട്രാൻസ്വേഴ്സ് ഡിസ്റ്റൻസ് ഫോർ 6 റിവറ്റിംഗ്. ഇവിടെ നമ്മൾ ട്രാൻസ്വേഴ്സ് പിച്ച് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കേസ് കൂടി നോക്കാനുണ്ട്. ട്രാൻസ്വേഴ്സ് പിച്ച് ബിറ്റ്വീൻ ഔട്ടർ ആൻഡ് ഇന്നർ റോ. അപ്പോൾ ഔട്ടർ റോയിലും ഇന്നർ റോയും തമ്മിൽ, അതായത് ഔട്ടർ റോയിൽ സിംഗിൾ റിവറ്റിംഗ് ആണ് വരുന്നത്, അവിടെ സ്ട്രാപ്പ് ഇല്ല. പിന്നെ ഇന്നർ റോയിൽ 2 സ്ട്രാപ്പ് വരുന്നത്. അപ്പോൾ ഔട്ടർ റോയും ഇന്നർ റോയും തമ്മിലുള്ള ട്രാൻസ്വേഴ്സ് പിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ പിച്ച് ഡയമീറ്ററും കൊടുക്കുക. അപ്പോൾ ട്രാൻസ്വേഴ്സ് പിച്ച് ബിറ്റ്വീൻ ഔട്ടർ റോ ആൻഡ് ഫസ്റ്റ് ഇന്നർ റോ, അതായത് ട്രാൻസ്വേഴ്സ് പിച്ച് ബിറ്റ്വീൻ ഈ റോയും തമ്മിലുള്ള പിച്ചാണ് ഇപ്പോൾ കിട്ടുന്നത്. കണ്ട ഈ ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രാൻസ്വേഴ്സ് പിച്ച് എടുക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രാൻസ്വേഴ്സ് പിച്ച് കിട്ടിയത് 44 mm റൗണ്ട് ഓഫ് ചെയ്തപ്പോൾ. ഇനി ട്രാൻസ്വേഴ്സ് പിച്ച് ബിറ്റ്വീൻ ദ സക്സസീവ് ഇന്നർ റോ. ഇനി 2 ഇന്നർ റോയിലും തമ്മിലുള്ള ട്രാൻസ്വേഴ്സ് പിച്ച് എന്ന് പറയുന്നത് 0.16 p. ആ ഇക്വേഷൻ വേറെയാണ്. അടുത്ത ഇക്വേഷൻ 5.15 b, പേജ് നമ്പർ 83 തന്നെ. ഫസ്റ്റ് ഇക്വേഷൻ 5.15 a ഇക്വേഷൻ എന്നുള്ളത് ഫസ്റ്റ് പിച്ച് ട്രാൻസ്വേഴ്സ് പിച്ച് കണ്ടുപിടിക്കാൻ. സെക്കൻഡ് ട്രാൻസ്വേഴ്സ് പിച്ച് കണ്ടുപിടിക്കാനായിട്ട് 5.15 b എന്നുള്ള ഇക്വേഷൻ.
അപ്പോൾ ട്രാൻസ്വേഴ്സ് പിച്ച് ബിറ്റ്വീൻ സക്സസീവ് ഇന്നർ റോ, രണ്ട് ഇന്നർ റോ തമ്മിലുള്ള ട്രാൻസ്വേഴ്സ് പിച്ച് കിട്ടാനായിട്ട് 31 mm റൗണ്ട് ഓഫ് ചെയ്തപ്പോൾ കിട്ടി. ഇനി സ്ട്രാപ്പ് തിക്നെസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ സ്ട്രാപ്പ് തിക്നെസ് രണ്ടും ഡിഫറൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. തിക്നെസ് ഓഫ് ഔട്ടർ കവർ പ്ലേറ്റ്, ഏറ്റവും മുകളിലിരിക്കുന്ന കവർ പ്ലേറ്റിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാനായിട്ട് 0.625T ഈക്വേഷൻ യൂസ് ചെയ്യുക. ദ തിക്നെസ് ഓഫ് ഇന്നർ കവർ പ്ലേറ്റ്, അടിയിലിരിക്കുന്ന കവർ പ്ലേറ്റിൻ്റെ തിക്നെസ് 0.75T, 7.5 mm. അത് ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല, രണ്ട് കവർ പ്ലേറ്റും ഡിഫറൻറ്റ് തിക്നെസ് ആണ്. അപ്പോൾ നമ്മൾ അത് എടുത്ത് അങ്ങനെ അസ്യൂം ചെയ്തെടുക്കുകയാണ്. രണ്ട് ഈക്വൽ ആയിട്ട് എടുത്താലും പ്രശ്നമൊന്നുമില്ല. മാർജിൻ്റെ ഇക്വേഷൻ സെയിം തന്നെയാണ്, 1.5D. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് ലീസ്റ്റ് ഓഫ് 3 എഫിഷ്യൻസീസ്, പക്ഷെ ഇവിടെ അഡീഷണൽ വേറെ എഫിഷ്യൻസി വരുന്നുണ്ട്. ടിയറിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെയിം തന്നെ, 79.21%. ഷിയറിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ അതേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക, 194.32%. പിന്നെ ക്രഷിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ PC/P, നേരത്തെ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ തന്നെ, 131.68%. ഇനി ഇത് കൂടാണ്ട് അഡീഷണൽ 3 എഫിഷ്യൻസിയും കൂടി വരുന്നുണ്ട്. അത് ഏതാണെന്ന് നോക്കാം. ഫെയിലിയർ ഡ്യൂ ടു ടയറിംഗ് ഓഫ് പ്ലേറ്റ് അറ്റ് ഇന്നർ റോ ആൻഡ് ഷിയറിംഗ് ഓഫ് റിവറ്റ്സ് ഇൻ ഔട്ടർ റോ, അതായത് എഫിഷ്യൻസി TS. എഫിഷ്യൻസി ഫെയിലിയർ ഡ്യൂ ടു ടയറിംഗ് ആൻഡ് ഷിയറിംഗ്. അപ്പോൾ ഏതൊക്കെയാണ് എഫിഷ്യൻസി ഡ്യൂ ടു? ഈ ഇക്വേഷൻ അങ്ങനെ തന്നെ ഞങ്ങളുടെ ഡാറ്റ ബുക്കിൽ കിടപ്പുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി. TS. അപ്പോൾ ഷിയറിംഗ് ഓഫ് ടയറിംഗ്, ഇന്നർ റോയിലെ ടയറിങ്ങും ഔട്ടർ റോയിൽ ഷിയറിംഗ് ആണ് വരുന്നത്, അപ്പോൾ അത് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ടയറിങ്ങിൻ്റെ ആണ്, ഇന്നർ റോയിൽ വരുന്നത്, ആൻഡ് പ്ലസ് സെക്കൻഡ് ടേം വരുന്നത് ആണ് ഷിയറിംഗ് ഇൻ ഔട്ടർ റോ. ഔട്ടർ റോയിൽ വരുമ്പോൾ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡാറ്റ ബുക്കിൽ ആ ഇക്വേഷൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, K=1 റിവറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ. ഔട്ടർ റോയാണ് ഈ ഇക്വേഷൻ, ഇത് ഇന്നർ റോയുടെ ഇക്വേഷനും ഇത് സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് ഔട്ടർ റോയാണ്. ഔട്ടർ റോയിൽ സിംഗിൾ ഷിയർ ആണ് വരുന്നത്, അപ്പോൾ K=1 റിവറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ ഡിവൈഡ് ബൈ PT∑1. അപ്പോൾ എഫിഷ്യൻസി TS എന്ന് പറയുന്നത് 81.28%. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിപ്പോൾ ടിയറിങ്ങും ഷെയറിങ്ങും കൺസിഡർ ചെയ്തു. ഇനി ടിയറിങ്ങും ക്രഷിങ്ങും വരുന്ന കേസ് ഉണ്ട്, അതുപോലെ തന്നെ ഷിയറിങ്ങും ക്രഷിങ്ങും വരുന്നത്, അങ്ങനെ 3 എഫിഷ്യൻസി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അടുത്ത ഫെയിലിയർ ഓഫ് പ്ലേറ്റ് ഡ്യൂ ടു കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ടിയറിംഗ് ഓഫ് പ്ലേറ്റ് അറ്റ് ഇന്നർ റോ. ഇന്നർ റോയിലെ ടിയറിങ്ങും ആൻഡ് ക്രഷിംഗ് ഓഫ് റിവറ്റ്സ് ഇൻ ഔട്ടർ റോ, ഔട്ടർ റോയിലെ ക്രഷിങ്ങും കാരണമുള്ള അതിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ എഫിഷ്യൻസി TC. അപ്പോൾ ടിയറിംഗ് എന്ന് പറയുന്നത് ടിയറിംഗ് ഓഫ് ഇന്നർ റോയിലെ ടേമാണ് ഫസ്റ്റ് വരുന്നത്, രണ്ടാമത്തെ ടേം വരുന്നത് ഔട്ടർ റോയാണ്. അതുപോലെ എടുക്കാം, ആ ഓർഡറിൽ തന്നെ എടുക്കാം. അപ്പോൾ പ്ലസ് വെച്ചിട്ട് രണ്ട് ടേമിന് ഇതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം ഇന്നർ, സെക്കൻഡ് ടേം ഔട്ടർ. അപ്പോൾ അതിനകത്തുള്ള ടേംസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എഫിഷ്യൻസി TC എന്ന് പറയുന്നത് 86.14. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഫെയിലിയർ ഓഫ് പ്ലേറ്റ് ഡ്യൂ ടു കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഷിയറിംഗ് ഓഫ് റിവറ്റ്സ് ഇൻ ഔട്ടർ റോ. ഔട്ടർ റോയിലെ ഷിയറിംഗ് പിന്നെ ഇന്നർ റോയിലെ ക്രഷിങ്. ഇതുപോലെ തന്നെ ഡാറ്റ ബുക്കിൽ കിടപ്പുണ്ട് ഈക്വേഷൻസ്, നമ്പറൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് ഇക്വേഷൻ്റെ, അതുപോലെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ രണ്ട് ടേം ഉണ്ട്. ഫസ്റ്റ് ടേം വരുന്നത് ഔട്ടർ റോയ്ക്കും സെക്കൻഡ് ടേം വരുന്നത് എന്താണ് ഇന്നർ റോയിലാണ്. അത് ഇന്നർ റോയിൽ എത്ര റിവറ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ N=N2. N=N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ ഡബിൾ ഷിയർ, 4 ആയിരിക്കും വരുന്നത് എന്നിൻ്റെ വാല്യൂ. N=N2 എടുക്കുക. N=N2 എന്ന് പറയുന്നത് എത്രയാണ്, നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ ഡബിൾ ഷിയർ 4 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത എഫിഷ്യൻസി കിട്ടുന്നത് 133.84. അപ്പോൾ ദസ് എഫിഷ്യൻസി ഇസ് ദ ലീസ്റ്റ് ഓഫ് 6 എഫിഷ്യൻസി ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ 6 ലീസ്റ്റ് വാല്യൂ ആയിരിക്കും. അത് വരുന്നത് എന്താണ്, ടിയറിംഗ് എഫിഷ്യൻസിയാണ്. ഇവിടെ 133 ഉണ്ട്, 84 ഉണ്ട്, ഇവിടെ 81 ഉണ്ട്, ഇവിടെ 131 ഉണ്ട്, 194 ഉണ്ട്, ഇത് 79 ഉണ്ട്. അപ്പോൾ ലീസ്റ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 79 ആണ്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ദ ജോയിന്റ് എന്ന് പറയുന്നത് 79.21%. ഈ 6 എഫിഷ്യൻസിയിലും ഏറ്റവും മിനിമം എഫിഷ്യൻസി അതായിരിക്കും എഫിഷ്യൻസി ഓഫ് ദ ജോയിന്റ് എന്ന് പറയുന്നത് 79.21%.
നെക്സ്റ്റ് പ്രോബ്ലംസ് ഓൺ ലാപ്പ് ജോയിന്റ് ആണ്. ഡിസൈൻ എ ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് വിത്ത് zigzag riveting for 13 mm thick plates. The working stresses to be used are sigma T തന്നിട്ടുണ്ട്, tau 60, sigma C 120. State how the joint will fail and find the efficiency of the joint. ജോയിന്റ് എങ്ങനെയാണ് ഫെയിൽ ആവുന്നതാണ് നമുക്ക് പറയണം, പിന്നെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. നമ്മുടെ ഈ ഫിഗർ തരില്ല ക്വസ്റ്റ്യനിൽ, നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഡിസൈൻ ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് ആണ്, പിന്നെ സിക്സാഗ്. അപ്പോൾ നമ്മൾ രണ്ട് പ്ലേറ്റ് ഓവർലാപ്പ് ആയിട്ട് വെച്ചിട്ട്, ഡബിൾ റിവറ്റഡ് എന്ന് പറയുമ്പോൾ രണ്ട് റോ റിവറ്റ്സ് ഉണ്ട്, പിന്നെ സിക്സാഗ് ആണ്. സിക്സാഗ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടെണ്ണം വെക്കുക, അടുത്തത് അതിൻ്റെ സെൻറ്ററിൽ വെക്കുക. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് കേസ് ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ് ഡബിൾ റിവറ്റഡ്. ഡബിൾ റിവറ്റഡ് ഡബിൾ കവർ എന്നുള്ളത് വേണ്ട, അത് നമ്മുടെ മറ്റേതിനാ വരുന്ന ബഡ് ജോയിന്റ് വരുന്നതാണ്. നമ്പർ ഓഫ് റിവറ്റ്സ് 2 ആണ്. അപ്പോൾ ഈ പിച്ച് ഇവിടെ തൊട്ട് ഇത്രയും വരെയാണ് പിച്ച്. ഈ പിച്ചിനകത്ത് ഇവിടെ ഹാഫ് വരുമ്പോൾ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, 2 റിവറ്റ്. ഇവിടെ സിംഗിൾ ഷിയർ മാത്രമേ ഉള്ളൂ, 2 റിവറ്റ് ഇൻ സിംഗിൾ ഷിയർ. N1 = 2, N2 0 ആണ്. ഇന്നർ പ്ലേറ്റ് ഇല്ല, ഇവിടെ ആകെ ഒറ്റ പ്ലേറ്റ് ഉള്ളൂ. അപ്പോൾ TI = TE = ഇന്നർ പ്ലേറ്റ് വരുന്നത് ബട്ട് ജോയിന്റ് ആണ്. ഡബിൾ സ്ട്രാപ്പ് വരുമ്പോഴാണ് ഇന്നർ പ്ലേറ്റ് വരുന്നത്. അപ്പോൾ പ്ലേറ്റ് തിക്നെസ് 13 mm തന്നിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. തേർഡ് സ്റ്റെപ്പ് ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ കണ്ടുപിടിക്കാനായിട്ട് T > 8 ആയതുകൊണ്ട് D = 6.325 √T. അപ്പോൾ D = 23 mm. അത് റിവറ്റ് ഹോൾ ഡയമീറ്റർ സ്റ്റാൻഡേർഡ് വാല്യൂ എടുത്തതാണ് 23 mm കിട്ടിയത്. കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 22.81 ആണ്. അത് സ്റ്റാൻഡേർഡ് എടുക്കാൻ പറ്റില്ലെങ്കിൽ 23 എടുക്കാം. ഇത് റൗണ്ട് ഓഫ് ചെയ്ത് 23 ആക്കാം. ഇനി പിച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷൻ നേരത്തെ ചെയ്ത സെയിം ഇക്വേഷൻ തന്നെ. അപ്പോൾ പിച്ചിൻ്റെ വാല്യൂ 70.94 കിട്ടും. ഇവിടെ N2 0 ആണ് കേട്ടോ. ഇനി അടുത്ത പിച്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് K1T + 41. K1 കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ ഇപ്പോൾ ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് ആണ്. നമ്പർ ഓഫ് റിവറ്റ്സ് എത്രയാണ്? 2 റിവറ്റ് ആണുള്ളത് പെർ പിച്ച്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് റിവറ്റ്സ് പെർ പിച്ച് 2 ആണ്. ഇനി ഏത് കേസാണ് നോക്കാം. ലാപ്പ് ജോയിന്റ്, ഇത് ലാസ്റ്റ് 2 കോളം ബട്ട് ജോയിന്റ് ആണ്. അപ്പോൾ ഇത് ബട്ട് ജോയിന്റിൻ്റെയാണ്. അപ്പോൾ നമുക്ക് 2.62 ആണ് വരുന്നത് ലാപ്പ് ജോയിന്റിൻ്റെ കേസ്, 2 റിവറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ K1 = 2.62. അപ്പോൾ P-യുടെ വാല്യൂ 75.06 കിട്ടും. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ മിനിമം പിച്ച് 75.06 ആണ്. റൗണ്ട് ഓഫ് ചെയ്ത് 71 ആക്കിയിട്ടുണ്ട്. അടുത്തത് ട്രാൻസ്വേഴ്സ് പിച്ച് PT. PT എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റോസ് ഓഫ് റിവറ്റ്സ്. അപ്പോൾ PT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോർ സിക്സാഗ് റിവറ്റിംഗ്, സിക്സാഗ് ഓർ സ്റ്റാഗർഡ് റിവറ്റിങ്ങിൻ്റെ കേസ്, സിക്സാഗാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത്, അതിന് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇപ്പോൾ PT = 0.33P + 0.67D. വാല്യൂസ് പിച്ചും ഡയമീറ്ററും, റിവറ്റ് ഹോൾ ഡയമീറ്ററും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിച്ച് കിട്ടുന്നത് ട്രാൻസ്വേഴ്സ് പിച്ച് 38.48 mm. അത് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 40 mm കിട്ടും. മാർജിൻ എന്ന് പറയുന്നത് 1.5D ആണ്. ഇക്വേഷൻസ് ഒക്കെ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഇക്വേഷൻ നമ്പറും പേജ് നമ്പറും ഉണ്ട് റൈറ്റ് സൈഡിലുണ്ട്. 34.5 mm പിച്ച് കിട്ടും, മാർജിൻ കിട്ടും. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ 3 എഫിഷ്യൻസി കണ്ടുപിടിക്കുക. ടിയറിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 67.61. ഷെയറിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവിടെ N2 0 ആണ്. ബാക്കിയെല്ലാം ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 67.52% ആണ് ഷെയറിംഗ് എഫിഷ്യൻസി. ക്രഷിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവിടെ N1 × TI. ഇവിടെ TI എന്നുള്ള N1 2 ആണ്. TI എന്നുള്ളത് ഇവിടെ നമ്മൾ ടേം യൂസ് ചെയ്യുന്നത് ബഡ് ജോയിന്റിനാണ്. പക്ഷെ ഇവിടെ ബഡ് ജോയിന്റ് അല്ലാത്തതുകൊണ്ട് TI = T കൊടുക്കുക.
ലാബ് ജോയിൻ്റ് ആയതുകൊണ്ട് ടി ഐ ഈസിക്കൽ ടി എടുക്കുക, അതായത് 13 mm. N2 0 ആണ്, ബാക്കി ഡിയും സിഗ്മയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിച്ച്, ദെൻ തിക്നെസ് ഓഫ് പ്ലേറ്റ്, സിഗ്മ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 97.18. ഇനി എഫിഷ്യൻസി, മിനിമം എഫിഷ്യൻസി ആണെന്ന് നോക്കാം. ഇവിടെ 97 ഉണ്ട്, ഇവിടെ 67 ഉണ്ട്, 67.61 ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറുത് വരുന്നത് ഷിയറിംഗ് എഫിഷ്യൻസിയാണ്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ദി ജോയിന്റ് എന്ന് പറയുന്നത് 67.52%. ദ ജോയിന്റ് വിൽ ഫെയിൽ ബൈ ഷിയർ. അപ്പോൾ മിനിമം എഫിഷ്യൻസി വരുന്നത് ഏതാണോ ആ എഫിഷ്യൻസിയിൽ എന്ത് എഫിഷ്യൻസിയിലാണോ അതിലായിരിക്കും അത് ഫെയിൽ ആവുന്നത്. അപ്പോൾ ഷിയറിംഗ് എഫിഷ്യൻസിയാണ് മിനിമം വരുന്നത്. ദെൻ ദ ജോയിന്റ് വിൽ ഫെയിൽ ബൈ ഷിയർ. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം സെയിം ടൈപ്പ് പ്രോബ്ലം തന്നെയാണ്, പക്ഷേ ഇവിടെ ചെയിൻ റിവറ്റിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ എ ഡബിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് വിത്ത് ചെയിൻ റിവറ്റിംഗ്. ബാക്കിയെല്ലാം മുമ്പ് ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ചെയിൻ റിവറ്റിംഗ് ആയിരുന്നുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് റിവറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു പിച്ചിനകത്ത് 1ഉം ഈ ഒരു പിച്ചിനകത്ത് 1ഉം വരും. ടോട്ടൽ 2 റിവറ്റ്സ്. നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ സിംഗിൾ ഷിയറും അത് 2 തന്നെയാണ്. ഇവിടെ ഒരെണ്ണം സിംഗിൾ ഷിയർ, ഇവിടെ ഒരെണ്ണം സിംഗിൾ ഷിയർ. ടോട്ടൽ നമ്പർ ഓഫ് N1 = 2 വരും. പിന്നെ ഇതിനകത്ത് വരുന്ന ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ബാക്കി കാൽക്കുലേഷനൊക്കെ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ. ഇനി ഈ ചേഞ്ച് വരുന്നത് ട്രാൻസ്ഫർ സ്വിച്ച് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക, അതായത് ഫോർ ചെയിൻ റിവറ്റിംഗ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തത് 6 ആഗ് ആയിരുന്നു. 6 ആഗിൻ്റെ ഇക്വേഷൻ വേറെ ആയിരുന്നു. അപ്പോൾ ചെയിൻ റിവറ്റിംഗിൽ ട്രാൻസ്ഫർ സ്വിച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PT > 2D. ഇക്വേഷൻ നമ്പർ ഇതാണ്, പേജ് നമ്പർ 82. ബാക്കിയെല്ലാം പിന്നെ സെയിം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ പ്രൊസീഡ് ചെയ്യാം.